ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇതിനു മുമ്പിട്ട ആ കുരുമുളക് ചെടിയുടെ പരിചരണത്തെക്കുറിച്ചാണ് ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയുള്ള പരിചരണമാണ് ഇതിനാവശ്യം ചെറിയ കുരുമുളക് തൈയാകുമ്പോൾ. അപ്പോൾ അതാണ് ഇപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കാം, നമുക്ക് നമ്മുടെ ചെടികളുടെ ഇപ്പോഴത്തുള്ള ഒരു അവസ്ഥ നമുക്ക് കാണാം. കണ്ടുള്ള ചെടി ഇത്രയും വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് GI പൈപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മളെന്താണ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ, ആ GI പൈപ്പിലേക്ക് ഗ്രീൻ നെറ്റ് ചുറ്റുരതി കയറാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കമ്പ് വെച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട്. അതിനാണ് ഇപ്പോൾ വള്ളി നമ്മൾ കെട്ടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതാ വള്ളി ഏകദേശമൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് കാണാം, കണ്ടല്ലോ. അതുപോലെ തന്നെ ഇതിന് ചെറിയൊരു രോഗബാധ ഏറ്റിട്ടുണ്ട്. രോഗബാധ എന്ന് പറഞ്ഞാൽ ഈ ഇലയുരുട്ടിപ്പുഴും അതുപോലെ തണ്ടുതുരപ്പനും. അപ്പോൾ അതിന് നമ്മളിപ്പോൾ റോഗർ അടിക്കാൻ പോവുകയാണ്. ആ ഭാഗം കൂടി നിങ്ങളെ കാണിക്കാം. എന്താ കണ്ടല്ലോ, ഇതാണ് ഇതിനെ ബാധിച്ച ഒരു രോഗം. ഇല ഇങ്ങനെ കുറേ തിന്ന് നശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തണ്ടുകളിലൊക്കെ ഇതാ കണ്ടോ, ഇതുപോലത്തെ ഒരു രോഗം ബാധിച്ചിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ റോഗറാണ് ഇപ്പോൾ സ്പ്രേ ചെയ്യാൻ പോകുന്നത്. 2 ml 1 ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്യാൻ പോവുകയാണ്. കണ്ടോ, കൊടികളൊക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ കൊടികൾ വളരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇപ്പോൾ മഴയൊന്നും മാറി നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ കൊടി ഇപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് കയറി വരുന്നുണ്ട്. ഇതിനും ആ രോഗം ബാധിച്ചിട്ടുണ്ട്. കണ്ടല്ലോ, ഇതുപോലത്തെ രോഗബാധിതയ്ക്ക് സാധ്യതയുണ്ട് സമയങ്ങളിലൊക്കെ. അപ്പോൾ നമ്മളതൊന്നുകൂടി അതിന് മരുന്ന് സ്പ്രേ ചെയ്യുന്ന ഭാഗം കൂടി ഇപ്പോൾ കാണിക്കുന്നതാണ്. ചെടികളൊക്കെ നല്ല ഉഷാറായി വരുന്നുണ്ട്. എല്ലാ ചെടികളും നമ്മൾ ഇതേപോലെ ഒരു ചെറിയ കമ്പ് വെച്ചിട്ട് ചെരിച്ച് മരത്തിലേക്ക് കയറാൻ പാകത്തിന് കെട്ടി കൊടുത്തിരിക്കുകയാണ്. ഇല്ലെങ്കിൽ വെയിൽ നന്നായിട്ട് ചൂടാകുന്ന സമയത്ത് GI പൈപ്പ് ആയതുകൊണ്ട് പൈപ്പ് ചൂടാവും. അപ്പോൾ വള്ളിക്ക് ചെറിയൊരു ക്ഷീണം ബാധിക്കാനും വാട്ട കേൾക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കമ്പ് വെച്ച് കെട്ടി കൊടുത്തിട്ടുള്ളത്. ഇതിന് കുറച്ചുകൂടി കൂടിയ രോഗബാധയുണ്ട് ഇതിന്. ഉണ്ടാവണ്ടല്ലോ, ഇതിൻ്റെ ഇല ഇതുപോലെ നശിപ്പിക്കുകയാണ്. അത് റോഗർ അടിച്ചു കൊടുത്താൽ മാറും അത്. ഇതൊക്കെ ഇവിടെ വരെ കയറിയിട്ടുണ്ട്. ഈ വള്ളി ഇങ്ങനെ കയറിപ്പോയതുകൊണ്ട് പ്രയോജനമല്ല. കാരണം എന്ന് വെച്ചാൽ ഇതിന് കണ്ണി കുത്തി ഇറങ്ങണം. അപ്പോൾ കണ്ണി കുത്താത്ത വള്ളിയാണെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി നമ്മൾ ഒരു അടി കൂടെ നോക്കും. കണ്ണി കുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ 2 മാർഗ്ഗം ഇതിനകത്തുണ്ട്. ഒന്ന്, ഇതിൻ്റെ ഈ ഭാഗം കണ്ടോ, ഇത് ഇവിടെ ഞാൻ കട്ട് ചെയ്ത് കളയാം. ഇതാ കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇവിടെ നിന്ന് കണ്ണി കുത്തി കയറും. ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ കണ്ടല്ലോ, ഇതേപോലെ കട്ട് ചെയ്ത് കളഞ്ഞാൽ അവിടെ നിന്ന് കണ്ണി കുത്തും. അല്ലെങ്കിൽ ആ കൊടി തന്നെ നമുക്ക് ഇറക്കി ചുവട്ടിലോട്ട് മാറ്റി ഒന്നും കൂടി ഇറക്കിയിട്ടാലും മതി. എന്നിട്ട് തലയൊന്ന് ഒടിച്ച് കാണും. തല ഒടിച്ച് കളയുമ്പോൾ അവിടെ നിന്ന് വീണ്ടും കണ്ണി കുത്തി കയറും. അതുകൊണ്ട് എല്ലാ വള്ളിക്കും തന്നെ രോഗബാധയുണ്ട്. കണ്ടല്ലോ, ഇതിനൊക്കെ ഉണ്ട്. അപ്പോൾ റോഗർ അടിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് കാണിച്ചത്. നമ്മൾ റോഗർ അടിക്കാൻ പോകണം. അപ്പോൾ അതൊന്ന് കാണിച്ച് റോഗറിൻ്റെ
എഴുത്തുള്ള ഭാഗം ഇതാണ് റോഗർ. ഇതാ ഈ റോഗർ നമ്മൾ ഇതിനകത്ത് അടിക്കാൻ പോവുകയാണ്. ഒഴിച്ചോ. 2 മില്ലി 1 ലിറ്റർ വെള്ളം. ഇപ്പോൾ 20 ലിറ്റർ വെള്ളത്തിലേക്കാണ് നമ്മൾ 40 മില്ലിയാണ് ഒഴിക്കുന്നത്. കണ്ടോ, 40 മില്ലിയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ 20 ലിറ്റർ വെള്ളത്തിലേക്ക് ഒഴിക്കുകയാണ്. ഇനി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുന്നു. ഒന്ന് മിക്സാക്കിയിട്ട് സ്പ്രേ ചെയ്യുകയാണ്. ആ രംഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.